ഹലോ എവരി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പ്രീവിയസ് വീഡിയോയിൽ നിന്നും നമ്മൾ ഇതുവരെയായിരുന്നു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു കപ്പാസിറ്റർ സിഗ്നൽ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, കപ്പാസിറ്ററുകൾ ഒരു സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹൈ ഫ്രീക്വൻസി ഫിൽറ്റർ ആയിട്ടും, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോ ഫ്രീക്വൻസി ഫിൽറ്റർ ആയിട്ടും ആക്ട് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ ഒരു സിഗ്നലിനെ കടത്തിവിട്ട് ഹൈ ഫ്രീക്വൻസിയെയും ലോ ഫ്രീക്വൻസിയെയും മിഡ് ഫ്രീക്വൻസിയെയും ഒക്കെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണതെന്നും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കപ്പാസിറ്ററുകൾ എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നവയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു ബാറ്ററി വെക്കണം, സെല്ല്, അതാണ് അതിന്റെ ശരി. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതറിയാൻ താല്പര്യമുള്ളവർ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ഒരു സെല്ല്, ഈ കപ്പാസിറ്ററിന് പകരം ഈ ഒരു സെല്ല് ഉപയോഗിച്ചുകൂടെ എന്ന് സ്വാഭാവികമായിട്ടും പലർക്കും തോന്നാം. എന്നാൽ അത് സാധ്യമല്ല. കാരണം സെല്ലുകൾക്ക് കപ്പാസിറ്ററുകളേക്കാൾ എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. കപ്പാസിറ്ററുകൾക്ക് സെല്ലുകൾ അല്ലെങ്കിൽ സെല്ലുകൾ ചേർത്ത് നിർമ്മിക്കുന്ന ബാറ്ററികളേക്കാൾ എനർജി ഡെൻസിറ്റി കുറവാണ്. കുറവുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്ററുകൾക്ക് ഗുണങ്ങളുമുണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെല്ലുകളെ അപേക്ഷിച്ച് ഇതിക്ക് ലൈഫ് സ്പാൻ അഥവാ ആയുസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ എനർജി കപ്പാസിറ്ററുകൾക്ക് പുറത്തേക്ക് നൽകാനാവും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും കപ്പാസിറ്ററിൽ നിന്നും ഷോക്ക് ഏൽക്കുമ്പോൾ നല്ല കനത്തിൽ തന്നെ കിട്ടുന്നത്. ബാറ്ററികളെ സംബന്ധിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തേക്ക് നൽകാൻ കഴിയുന്ന എനർജി അല്ലെങ്കിൽ ആംബിയറിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന റേറ്റിംഗ് ആണ് സി റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം, ഇത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് ബാറ്ററി എന്ന് തന്നെയാണ്. കാരണം ഇതിനകത്ത് 3.7 വോൾട്ടിന്റെ 3 സെൽസ് ആണുള്ളത്. ആ 3 സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഏകദേശം 11 വോൾട്ടേജ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ബാറ്ററി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 40 to 50 C ഡിസ്ചാർജ് റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 mAh 5000 മില്ലി ആംപിയർ പെർ അവർ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇതൊരു 11.5 വോൾട്ടും 5 ആംപിയർ ബാറ്ററി ആണ്. 40 to 50 C ഡിസ്ചാർജ് റേറ്റ് ആണ് ഇത് നൽകുന്നത്. അതായത് അത്രയും വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ടെർമിനലുകളിലൂടെ നമുക്ക് എനർജിയെ ഡിസ്ചാർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് സി റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി റേറ്റിംഗിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇത്രയും എനർജി ഈസി ആയിട്ട് ഡിസ്ചാർജ് ചെയ്തെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നോർമലി ഡ്രോൺസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. കാരണം ഡ്രോൺസിന് ഉപയോഗിക്കുന്ന BLDC മോട്ടോറുകൾ എന്ന് പറയുന്ന മോട്ടോറുകൾക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കറണ്ട് വലിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ റേറ്റിംഗിലുള്ള ബാറ്ററികൾ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കണ്ടമാനം ചൂടാവുകയും അതിന്റെ ലൈഫ് സൈക്കിളിനെ ബാധിക്കുകയോ ഒക്കെ ചെയ്യും. അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ബാറ്ററിയെ സംബന്ധിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തേക്ക് നൽകാൻ കഴിയുന്ന എനർജി അല്ലെങ്കിൽ ആംബിയറിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന റേറ്റിംഗ് ആണ് സി റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ബാറ്ററി എന്തിനെങ്കിലും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് വോൾട്ടേജ്, ഒന്ന് കറണ്ട്, അതായത് ആംബിയർ പെർ അവർ, അതുപോലെ തന്നെ സി റേറ്റിംഗ്. ഓക്കെ, കപ്പാസിറ്ററുകളും ബാറ്ററി അല്ലെങ്കിൽ സെല്ല് തമ്മിലുള്ള കമ്പാരിസൺ ടേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കപ്പാസിറ്റി, ബാറ്ററിയുടെ കപ്പാസിറ്റി, എനർജി ഡെൻസിറ്റി, ഇതൊക്കെ ഓക്കെയാണ്.
ചാർജ് ഡിസ്ചാർജ് റേറ്റ് എന്ന് പറയുന്നത് അത്ര കപ്പാസിറ്ററിനെ അപേക്ഷിച്ച് ബെറ്റർ അല്ല. പക്ഷെ കപ്പാസിറ്ററിന് ചാർജ് ഡിസ്ചാർജ് റേറ്റ് ഹയർ ആണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നതും കപ്പാസിറ്ററിനാണ് കൂടുതൽ. ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അതെനിക്കൊരു പ്രചോദനമായിരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഡീപ്പായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.